ഹായ് അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നമുക്ക് ചപ്പാത്തി, പൊറോട്ട, പത്തിരി ഇതിൽക്കെല്ലാം കഴിക്കാൻ പറ്റുന്നൊരു നല്ലൊരു ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. അപ്പോൾ നമ്മൾക്ക് കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ അതിൽ ഓൾ എന്ന ഓപ്ഷൻ വരും, അതിലും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്കൊരു മീഡിയം സവാള 3 എണ്ണം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അരിഞ്ഞിട്ട്. പിന്നെ അതിലേക്ക് ഒരു 4 പച്ചമുളക് കീറിയത് ഇട്ടിട്ടുണ്ട്. 2 തക്കാളിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് വഴന്ന് വരണം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുക്കറൊന്ന് മൂടി വെക്കുന്നുണ്ട്. ഒരു വിസിൽ വന്നതിന് ശേഷം അത് തുറക്കാം. അപ്പോൾ തക്കാളിയും ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പിന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ചെറിയ സ്പൂൺ ആയതുകൊണ്ട് 2 സ്പൂൺ ഇടുന്നുണ്ടെന്ന് മാത്രം. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഇട്ട് കൊടുക്കുക. ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ് ഇതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അതിലേക്ക് ഇനി ഞാൻ എടുത്ത് വെച്ചിട്ട് ക്ലീനാക്കി വെച്ചിട്ടുള്ള ചിക്കനും കൂടെ ഇട്ട് കൊടുക്കുക. അതിലേക്കൊരു 1/2 കപ്പ് വെള്ളം ആണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് ലഘുവാണായതുകൊണ്ട് കുറച്ച് വേവുണ്ട്. അപ്പോൾ ഇനി ഇത് കുക്കർ മൂടി വെച്ചിട്ട് വേവിക്കുക. അതിനിടയിൽ ഞാൻ ഇതിൻ്റെ കൂടെ കഴിക്കാൻ ദോശയാണ് ചുട്ടെടുക്കുന്നത്. ഇനി പിന്നെ ഞാനൊരു 10 അണ്ടിപ്പരിപ്പ് ഞാൻ ചൂടുവെള്ളത്തിലിട്ട് വെച്ചാണ്, അത് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ച് തേങ്ങാപ്പാലും കൂടെ ഞാൻ അതിലേക്ക് ഒഴിച്ചിട്ടാണ് അരച്ചെടുക്കുന്നത്. ഇപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി അരച്ച അണ്ടിപ്പരിപ്പും തേങ്ങാപ്പാലും കൂടെ ഈ ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്തിട്ടാ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. ഇനി ഇതിലേക്ക് കറിവേപ്പിലയും മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക. നല്ല അടിപൊളി കറിയാണ് കേട്ടോ. നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രം. ഇനി മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും, ബായ്. ലാസ്റ്റ് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്.